ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എടക്കുണ്ട, മണ്ടൻകുണ്ട, പുലരിക്കുണ്ട, പൊട്ടൻകുണ്ട, നിനക്ക് വേറും ഓണം. ഓക്കെ, ഞാൻ പറയാൻ വരുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ എനിക്ക് കമൻറ്റ് ഇട്ടു. എടാ, എന്തിനാ ഇവൻ്റെ പറക്കി നടക്കുന്ന ഡാഷ് ഡാഷ് പറഞ്ഞിട്ട്. ഗായ്സ്, ഞാൻ ഇവൻ്റെ പറക്കി പോയതല്ല. ലോജിക്ക് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ആ കോംപ്രമൈസ് വീഡിയോ ഇട്ടതിന് ശേഷം ഇവനും ഇവളും ഒരു പോക്കങ്ങ് പോയതാണ് രണ്ടുപേരും. ഞാൻ ഇവരെ അന്വേഷിക്കാനോ ഇവരെ കോൺടാക്ട് ചെയ്യാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. ഇവനാണ് പോയി കണ്ട ലൈവുകളിലും ഇൻ്റർവ്യൂവിലും അവിടെ ഇവിടെയൊക്കെ പച്ചയ്ക്ക് എന്തൊക്കെയോ ഇവൻ പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണത് അല്ലേ? അതായത് എന്നെ പറയേണ്ടതിന് ഒരു പെണ്ണിനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത്രയും ഇവനെ പറഞ്ഞിട്ടായി. അവസാനം ഒരു ഇൻ്റർവ്യൂവിൽ കയറിയത് എന്നെ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് വെട്ടി വെച്ച് കൊല്ലുമെന്ന് വരെ അവൻ പറഞ്ഞു അല്ലേ? എന്നിട്ട് ഞാൻ ഇതിന് മിണ്ടാതിരിക്കണം അല്ലേ? മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. ഇവനുണ്ടല്ലോ, ഇവർ രണ്ടുപേരിലും ആരാണ് പെണ്ണ് ആരാണ് ആണ്, ആ ഒരു കാര്യം എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇവനെ ഈ വീഡിയോസ് ചെയ്യുന്നതും ഞാൻ ഇവനെ ട്രോൾ ചെയ്യുന്നതിനും അത് ഇവൻ എന്നെ ചെയ്യുന്നതിനപ്പുറം, അതായത് അന്ന് ആ കോംപ്രമൈസ് വീഡിയോ ഇട്ടിട്ട ശേഷം അവൻ്റെ പാട് നോക്കി അങ്ങനെ അങ്ങ് പോകണമായിരുന്നു ഗൈസ് അല്ലേ? ഞാൻ ഏറെക്കുറെ ഒരു 11 മാസമാണ് ഞാൻ അവർക്ക് ഒരു സംസാരിക്കാനോ ഒന്നും മിണ്ടാനോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടാണ്ട് ഞാനിരുന്നു. ഒരു മനുഷ്യനെ എന്താ പറയുക, ഇതാക്കുന്നതിന് ഒരു പരിധിയില്ലേ? എൻ്റെ ക്ഷമയുടെ അത് ഈവൻ എൻ്റെ പേരടക്കം എടുത്ത് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ പറയില്ല വെടി വെച്ചുകൊല്ലുമെന്ന്. പിന്നെയും ഞാൻ ചുമ്മാതിരുന്നാൽ പിന്നെ ഞാൻ എന്തിനാണ് പെണ്ണായിട്ട് നടക്കുന്നത്, ഇങ്ങനെ മനുഷ്യനായിട്ട് നടക്കുന്നത് ഞാൻ? ആമേ കറക്റ്റ്. അതൊരു കുണ്ടനെയൊക്കെ പേടിച്ചിട്ട് ഒരു കുണ്ടൻ പോയിരുന്നു പറയാം അവിടെ. അതും കുറച്ചും പോലും മനുഷ്യത്വമില്ലാത്തൊരു കുണ്ടൻ, ആളുകളുടെ ഉമ്മാൻ്റെയൊക്കെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്തൊരു കുണ്ടൻ. നിൻ്റെ ലുലുണ്ണു കട്ടതും നിൻ്റെ ഇവിടെ നിന്ന് എന്തിനാ നീ പോയതും ഈവൻ ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൽ നിന്ന് തുണിയില്ലാതെ ഇറങ്ങി ഓടിയതും എല്ലാം ഞാൻ കൊണ്ടുവരും. ഞാൻ വിടുള്ളൂ നിന്നെ. ബിക്കോസ് ഈ ഡ്രാമയാണ്, ഈ ഫേക്കാണ്. ഈ റിയലായിട്ട് ഈ കുണ്ടനല്ല, ഈ ഫേക്ക് കുണ്ടനായി. ബിക്കോസ് റിയലായിട്ടുള്ളൊരു കുണ്ടൻ അവ അങ്ങനെ നിൽക്കണം. നീ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ വരുമ്പോണ്ടല്ലോ UAE നീ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫ് കോഴ്സ് ഒരാളിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നീ എൻ്റെ ബാറിലും വന്നിട്ടുണ്ട്. അപ്പോഴും നീ ഫുള്ള് പെണ്ണെന്നല്ല, നീ മനസ്സിലായിനാ? നീ ഫുള്ള് പെണ്ണായതെപ്പോഴാ? ഈ ഓടിച്ചിട്ട് കമ്പനി നീ ജോയിൻ ആയതിനു ശേഷം പിന്നെ നിന്നെ ആരും ആണായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പുലരിക്കുണ്ടൻ തായോടി നായിട്ട് പോകണം. ഹാപ്പി ആവണം.